അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡി എക്സാമിലെ മാത്സ് ചോദ്യങ്ങളാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: A shopkeeper earns a profit of 10% after allowing discount of 20% on the market price. Find the cost price of the article whose market price is 888. അപ്പോൾ ഇത് ക്ലാസ് പറയുന്നതിന് മുന്നേ നോക്കിക്കേ, നിങ്ങളൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ അയാൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് അത് കച്ചവടത്തിന് വേണ്ടി കസ്റ്റമർ വരുമ്പോൾ അവർക്ക് വിൽക്കുകയാണ്. അപ്പൊ ഈ കച്ചവടക്കാരൻ സാധനം എടുക്കുമ്പോൾ അയാൾക്ക് ഒരു തുക മുടക്കേണ്ടി വരുമല്ലോ. എവിടെയാണോ സാധനം ഉള്ളത് അത് അവിടുന്ന് വാങ്ങിക്കൊണ്ട് വരിക, അതിന്റെ ട്രാൻസ്പോർട്ട്, അങ്ങനെ കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവും. അതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കച്ചവടക്കാരൻ മൊത്തം ആ സാധനത്തിന് വേണ്ടി മുടക്കിയ തുക അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണ്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യും? ആ സാധനം അയാളുടെ കടയിൽ കൊണ്ടുവന്നിട്ട് അത് ഇച്ചിരി പൈസ കൂട്ടിക്കാണിക്കും. ആ കൂട്ടിക്കാണിക്കുന്ന തുകയാണ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ ചെന്ന് കാണുന്നത് ആ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. എന്നിട്ട് ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്യും? നമ്മൾ ചെന്ന് കാണുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ആണ് ആ സാധനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്യും? ഇയാള് അത് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടെന്നും പണ്ട് കാണിക്കും. നമ്മളോട് പറയും അതിന് 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന തുകയാണ് സെല്ലിംഗ് പ്രൈസ്. സത്യത്തിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ നിന്നും ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസിലേക്ക് നോക്കുവാണെങ്കിൽ ഏത് കച്ചവടക്കാരും അയാൾക്ക് ലാഭം കിട്ടുന്ന രീതിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരുപാട് തുക കൂട്ടിക്കാണിക്കും, എന്നിട്ട് കുറച്ച് ഡിസ്കൗണ്ട് കാണിക്കും. ലാസ്റ്റ് നോക്കുവാണെങ്കിൽ, ഓവറോൾ നോക്കുവാണെങ്കിൽ, കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസിലേക്ക് നോക്കുവാണെങ്കിൽ അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് തന്നെയായിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ചോദ്യമാണിത്. നോക്കിക്കേ, ഒരു ഷോപ്പ് കീപ്പർ അയാൾക്ക് പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നത്? മൊത്തം കച്ചവടത്തിന്റെ 10% അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷെ പ്രോഫിറ്റ് കിട്ടിയത് എപ്പോഴാണ്? മാർക്കറ്റ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസിലേക്ക് വന്നപ്പോൾ അയാൾക്ക് മൊത്തം 10% പ്രോഫിറ്റ് കിട്ടി. എന്ത് ചെയ്തപ്പോഴാണ്? മാർക്കറ്റ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് ചെയ്ത്. മാർക്കറ്റ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് ചെയ്തു അല്ലേ? ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. മാർക്കറ്റ് പ്രൈസ് തന്നിരിക്കുന്നത് 880 എന്നാണ്. മാർക്കറ്റ് പ്രൈസിൽ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് ചെയ്തത്? 20%. ഈ ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 100-ന്ന് 20 കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 80%. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 80/100 എന്ന് പറയുന്നത് എന്തുമായിരിക്കും കിട്ടുന്നേ? ഈ മാർക്കറ്റ് പ്രൈസിൽ 20% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നേ? സെല്ലിംഗ് പ്രൈസ്, അയാള് വിൽക്കുന്ന വില, അതിനാണ്. അപ്പൊ നോക്കിയേ, നമുക്ക് എത്ര കിട്ടും? ഇവിടെ 0 വെട്ടിപ്പോവും, 0 വെട്ടിപ്പോവും. 88 × 8 എന്ന് പറയുമ്പോ എത്രയാണ്? 704 എന്ന് കിട്ടി അല്ലെ? 704 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, സെല്ലിംഗ് പ്രൈസ് അപ്പൊ ഇവിടെ എത്ര കിട്ടി? 704. മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 880. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. എന്താണ്? ഇയാൾക്ക് ഷോപ്പ് കീപ്പറിന് എത്ര ശതമാനം പലിശയാണ് കിട്ടിയത്? 10% പലിശ അല്ലെ? അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ 10% എന്ന് പറയുന്നതാണ് ഈ 704 അല്ലെ? അപ്പൊ കോസ്റ്റ് പ്രൈസ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് = എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ എക്സിന്റെ 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100-ൽ നിന്നും 10 കൂട്ടണം. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10 കുറയ്ക്കണം. മനസ്സിലായോ? ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് കുറയ്ക്കുക, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100-ൽ നിന്നും കൂട്ടുക.
അപ്പൊ നോക്കിയേ 110/100 ഈക്വൽ ടു എത്രയാണ് സെല് ചെയ്തത് 704 ആണ് അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ 0 വെട്ടിപ്പോയി. ഇവിടെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 704/11 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 704 ഇവിടെ ഒരു 10 ഉണ്ടല്ലോ, അതും കൂടി ഇവിടെ വരും. ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 0 വരും അല്ലേ. അപ്പൊ നോക്കിക്കേ 11 കൊണ്ടൊന്ന് വെട്ടി നോക്കാം. 11 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്രയാണ്? 6 പ്രാവശ്യം അല്ലേ. 6 പ്രാവശ്യം ആകുമ്പോൾ 66. അപ്പൊ ഇവിടുന്ന് 70 66 പോയാൽ ബാക്കി 4 കൂടെ ഒരു 44. അപ്പൊ 11 44 4 പ്രാവശ്യം ഒരു 0 ബാക്കിയുണ്ട്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 640 എന്ന ആൻസർ കിട്ടി. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 640. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. എ ഷോപ്കീപ്പർ ബൈസ് എ ടോയ് ഫോർ ₹500 and spend ₹50 on packaging. He then sells it to a customer at 10% profit. Find the selling price of the toy. അപ്പൊ ഇവിടെ മാർക്കറ്റ് പ്രൈസിനെ പറ്റിയോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ ആകെ പറയുന്നത് എന്താണ്? ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ കച്ചവടത്തിനായിട്ട് ഒരു ടോയ് വാങ്ങി. ആ ടോയുടെ വില, അയാൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് നോക്കാം. സെല്ലിംഗ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസിനെ പറ്റി പറയുന്നില്ല. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 500. പക്ഷെ അവിടെ എക്സ്ട്രാ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അയാള് കച്ചവടത്തിന് വേണ്ടി ഒരു ടോയ് 500 രൂപയ്ക്ക് വാങ്ങി. അതിനോടൊപ്പം തന്നെ പാക്കേജിങ്, ആ ടോയ് പാക്ക് ചെയ്യാൻ വേണ്ടി അയാൾക്ക് 50 രൂപ ചെലവായി. അപ്പൊ മൊത്തം അയാള് ആ ഒരു ടോയ്ക്ക് വേണ്ടി മൊത്തം എത്ര രൂപ മുടക്കി? 550. 500 + 50 550. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്രയായിട്ട് എടുക്കണം? 550. മനസ്സിലായോ? He then sells it to a customer at 10% profit. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത്? ഇത് 10% പ്രോഫിറ്റില് വിറ്റു അല്ലേ. അപ്പോൾ എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന ചോദ്യം. നോക്കിക്കേ, കോസ്റ്റ് പ്രൈസിന്റെ 10% പ്രോഫിറ്റിൽ വിറ്റു എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു എത്ര ശതമാനമാണ്? 10% പ്രോഫിറ്റ് ആണ്. അപ്പൊ 100 + 10 110/100 എത്ര കിട്ടും? 0 വെട്ടിപ്പോയി. അപ്പോൾ എത്ര കിട്ടും? 55 × 15 അല്ലേ. ആൻസർ എത്ര കിട്ടി? 605. ഇതാണ് ഇത്തവണ കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡി എക്സാമിലെ ഒരു ചോദ്യമായിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന ഒരു ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലെ? എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ മൊത്തം അതിനുവേണ്ടി മുടക്കിയ തുക, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് നോക്കുക. മിക്കവാറും പ്രോഫിറ്റ് തന്നെയല്ലേ കച്ചവടക്കാർ ചെയ്തത്. അപ്പൊ 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് ഓർ മൈനസ്. കാരണം പ്രോഫിറ്റും വരാം ലോസും വരാം അല്ലെ. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 100 + പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു CP/100. ഇതൊരു ഇക്വേഷൻ ആണ്. വലിയ ഇതുപോലെ ഇത് ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാന് CP തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? CP തന്നു, പ്രോഫിറ്റ് പെർസെന്റേജ് തന്നു. അപ്പൊ ഈ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ SP കിട്ടും. അതുപോലെ തന്നെ ലോസ് പെർസെന്റേജ് തരുന്നെങ്കിൽ SP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. SP = 100 മൈനസ് ആണ്, മൈനസ് ലോസ് പെർസെന്റേജ് ഇൻറ്റു CP/100. ഇനി സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു, പ്രോഫിറ്റ് പെർസെന്റേജ് ആയിരുന്നു. അപ്പൊ CP എന്ത് ചെയ്യണം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മതി. CP = SP × 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഇഫ് 2 raised to 3y plus x equal to 16 and 2 raised to 2y minus x is equal to 64, then the value of y is. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കിക്കേ, 2 raised to 3y plus x എന്ന് പറയുന്നത് 16 ആണ്. അതുപോലെ തന്നെ 2 raised to 2y minus x എന്ന് പറയുന്നത് 64 ആണ്. ഈ രണ്ട് ചോദ്യത്തിലും ലെഫ്റ്റ് സൈഡിൽ എന്താണ് 2 raised to, ഇവിടെയോ 2 raised to. അപ്പോൾ നമുക്ക് മേളിൽ തന്നിരിക്കുന്ന റേസ് ടു എന്നും കൊണ്ട് മേളിൽ തന്നിരിക്കുന്ന എന്തൊക്കെ ചരങ്ങളാണ്, എന്തൊക്കെ വാല്യൂസ് ആണ്, വൈയും എക്സും. ഇവിടെയോ വൈയും എക്സും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ടിടത്തും 2 raised to 2 raised to എന്നാണ്. അപ്പൊ റൈറ്റ് സൈഡിലും 2 raised to എന്നുള്ള രീതിയിലാക്കുക അല്ലെ. അപ്പോൾ 2നെ എത്ര പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുന്നത്? 2 into 2 4 8 16. അപ്പോൾ 2നെ എത്ര പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ്? 4 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ നോക്കിക്കേ, 2 raised to 3y plus x എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 raised to 4. അപ്പൊ നോക്കിക്കേ, ഇതിന് രണ്ടിന്റെയും ഈ താഴത്തെ സൈഡ് ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റേസ് ടു എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര കിട്ടും? 3y plus x equal to 4 എന്ന് കിട്ടി. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. കാരണം എന്താ? ഇത് രണ്ടും ചരങ്ങളുള്ളതാണ് അല്ലെ, എക്സും വൈയും എന്നുള്ള രണ്ട് നമുക്ക് അറിയാത്ത അൺനോൺ വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയും 2 raised to 2y minus x 64നെ എത്ര പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 64 കിട്ടുന്നത്? 2നെ 4 8 16 32 64 അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യമാണ്? 6 പ്രാവശ്യം അല്ലേ. അപ്പൊ 2 raised to 2y minus x എന്ന് പറയുന്നത്, ഇത് y ആണേ, 2y minus x എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 raised to 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മേളത്തെ ഇതിനെ ഇക്വേറ്റ് ചെയ്തുകൂടെ? കാരണം ഇവിടെയും 2 raised to ഇവിടെയും 2 raised to. അപ്പൊ 2y minus x equal to എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ വൈയുടെ ടേമും എക്സിന്റെ ടേമും ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ പ്ലസ് എക്സും ഇവിടെ മൈനസ് എക്സും. അപ്പൊ 1ഉം 2ഉം ഇക്വേഷൻ രണ്ടും കൂട്ടാം. അപ്പോൾ ഇവിടെ 1 എഴുതിയിട്ടുണ്ട്, 2 ഇങ്ങോട്ട് എഴുതുവാണെങ്കിൽ 3y minus x equal to 6 എന്ന് കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, എക്സും എക്സും വെട്ടിപ്പോവും അല്ലെ. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5y is equal to 10 എന്ന് കിട്ടി. അതിൽ നിന്നും വൈയുടെ വാല്യൂ എന്ത് കിട്ടും? 10/5 എന്ന് പറയുന്നത് 2 എന്ന ആൻസർ കിട്ടി. മനസ്സിലായോ? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കുക. ഇനി ഇപ്പൊ 2 അല്ല, വേറെ ഇനി 4 raised to അങ്ങനെയൊക്കെ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ 2 ആയിരിക്കും, ചിലപ്പോ ഇവിടെ 4 ആയിരിക്കും. അപ്പൊ ഈ ഇതിനെ 2 raised to 2 വരുമ്പോ അല്ലേ 4, ആ രീതിയിലൊക്കെ ആക്കുക. അതായത് താഴെ തന്നിരിക്കുന്നതിനെ സെയിം ഈക്വൽ ആക്കുക. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.